ബ്രേക്ക്ഫാസ്റ്റ് ഇതാണെങ്കിൽ പിന്നെ കറി എന്ത് വെക്കും എന്നുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ. കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഐറ്റം നമുക്ക് കഴിക്കാം. ഇതാണ് നമ്മുടെ പാൽപ്പുട്ട്. അപ്പോൾ നമുക്ക് പാൽപ്പുട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ 1 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നനച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഈ ഒരു പൊടിയിലേക്ക് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിലും അതുപോലെ അത് നനച്ചെടുക്കുന്ന രീതിയിലൊക്കെ മാറ്റമുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുട്ടുപൊടി എങ്ങനെയാണോ നിങ്ങൾ സാധാരണ പുട്ടിനെ നനച്ചെടുക്കുന്നത് അതുപോലെ നനച്ചെടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, ഡിന്നറിനോ അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് നമ്മുടെ പുട്ടുപൊടി 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് ആ ഒരു വെള്ളമൊക്കെ അബ്സോർബായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1/4 കപ്പ് പാൽപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പാൽപ്പുട്ടിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പുട്ടുകുറ്റിയിൽ അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ചിരട്ടപ്പുട്ടിലാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ചിരട്ടപ്പുട്ട് മേക്കർ എടുത്തിട്ടുണ്ട്. അതിൽ ചില്ലിട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പുട്ടിൻ്റെ മിക്സ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് മുകൾ ഭാഗത്തും കുറച്ച് തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. കുക്കറിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ ആവി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് 5-6 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനെന്താ ഇതുപോലെ ചിരട്ടപ്പുട്ട് മേക്കറിലും അതുപോലെ തന്നെ പുട്ടുകുറ്റിയിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പുട്ട് ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ ഒരു പാൽപ്പുട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്